ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ അടുത്തുള്ള കുറച്ച് നെയിൽ പോളിഷിൻ്റെ കളക്ഷൻസ് കാണിക്കാനായിട്ടാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഒരുപാട് നെയിൽ പോളിഷ് ഉണ്ട്. ഒരുപാട് നെയിൽ പോളിഷ് ഇപ്പം കുറച്ച് കുറവാണ്. ഞാൻ കുറേയൊക്കെ ഒഴിവാക്കിയതാണ്. കുറേ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ കുറേ എൻ്റെ അനിയത്തിമാർക്ക്, പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാരൊക്കെ എടുത്ത് കൊടുത്തു. പിന്നെ പഴയതല്ല, കുറേയൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ ഒരെണ്ണത്തിനകത്തോട്ട് വേറെ ഒഴിച്ച് മിക്സ് ചെയ്ത് വേറെ കളറൊക്കെ ആക്കി അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് പിന്നെ ഒരു തരത്തിൽ കുറേ പറഞ്ഞ് തീർത്ത് അങ്ങനെയൊക്കെ ഒഴിവാക്കി കളഞ്ഞതാണ് കുറേയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നെയിൽ പോളിഷിലോട്ട് കിടക്കാം. നമുക്ക് ഇതാണ് കേട്ടോ എൻ്റെ നെയിൽ പോളിഷ്. ഇതങ്ങനെ എത്ര റേറ്റ് കുറഞ്ഞത് മുതൽ കൂടിയത് വരെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ നെയിൽ പോളിഷ്, എൻ്റെ നെയിൽ പോളിഷ് റിമൂവറാണ് കേട്ടോ. ഇത് പൊട്ടിക്കാത്തതാണ്. ആദ്യം വന്നിട്ട് ഇത് റോപോൾ എന്ന് പറയുന്ന ഒരു ഒരു ഇത് ഒരു വലിയ അങ്ങേറ്റത്തെ ബ്രാൻഡൊന്നും അല്ല. ഇത് ഞാൻ ഏതാണ്ട് ഒരു ഇവിടുത്തെ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. എല്ലാം തന്നെ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഇതിന് വില എന്നിട്ട് 10-20 രൂപ കണ്ടേ ഉള്ളൂ. ഇതൊരു ലൈറ്റ് ബ്ലൂ അല്ല ഗ്രീൻ കളർ അങ്ങനെ എന്നിട്ടൊരു കളർ കേട്ടോ. അതുപോലെ തന്നെ വന്നിട്ട് ഇതൊരു ബ്ലൂ കളർ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നേവി ബ്ലൂ എന്ന് പറയുന്നതിനെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ലൈലി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്, ഒരു കമ്പനിയുടെ ആണ് കേട്ടോ. ഇത് 7 ml വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 35 രൂപയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് എനിക്ക് ഒരു ഇത് കയറിയിട്ട് മേടിച്ച ഒരു നെയിൽ പോളിഷാണിത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മറ്റേ വാട്ടറിൻ്റെ കളറിലുള്ളത്. ഇത് അൾക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ. ഇതിന് 9.9 ml ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. എന്ന് വെച്ചാൽ 20 ഇല്ലെങ്കിൽ 25 അതിൽ കൂടുതൽ പോകത്തില്ല കേട്ടോ. പിന്നെ വന്നിട്ട് ഡാസ്ലറിൻ്റെ ആണ്. ഇത് 30-40 എങ്ങാണ്ടാണ് വരുന്നത്. ഇതൊരു ലൈറ്റ് ഷെയ്ഡ്. എനിക്ക് ഇടയ്ക്ക് തോന്നും ലൈറ്റ് ഷെയ്ഡ് വേണമെന്ന്, ഇടയ്ക്ക് തോന്നും ഡാർക്ക് ഷെയ്ഡ് വേണമെന്ന്. അപ്പം ഞാൻ ലൈറ്റ് ഷെയ്ഡ് വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കളത്തിലൊക്കെ പറഞ്ഞ് കടയിലൊക്കെ കൊണ്ടുപോയി മേടിപ്പിക്കുന്നതാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ കൂട്ട് കളർ, ലൈറ്റ് കളറുകൾ. കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത് ഡാർക്ക് കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാർക്ക് കളർ യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് കേട്ടോ അങ്ങനെ ഒരു ലൈറ്റ് കളറ്. പിന്നെ വന്നിട്ടുള്ളത് ഇതും ഡാസ്ലറിൻ്റെ ഒരു നെയിൽ പോളിഷാണ് കേട്ടോ. ഇത് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 40 രൂപയാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. ഇത് ഞാൻ റീസെൻ്റ് ആയിട്ട് ഞാൻ എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ഒരു കളർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. പിന്നെ ഈ ഒരു മാലിപ്പ് കളർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു നെയിൽ പോളിഷാണ്. റെഡ് എന്ന് പറഞ്ഞാൽ കട്ട റെഡ്, ബ്ലഡ് റെഡ് കളറ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 30 രൂപയാണ്. അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടമാണ് ഇത് കൂട്ട് കളറ്. ഞാൻ ഇത് കൂട്ട് നേരത്തേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ഇത് ഇരിപ്പുണ്ട് ഇഷ്ടം പോലെ. റെഡ് കളർ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ രണ്ട് കളറും കൂടി ഇരിപ്പുണ്ട്. പക്ഷെ അതൊന്നും ഉണങ്ങത്തില്ല. അങ്ങനെ കുറേ കഴിഞ്ഞാലും ഉണങ്ങാതെ ഇങ്ങനെ കൈ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കും, ഉണങ്ങത്തില്ലാതെ. അപ്പം അങ്ങനെ ഒരു ഇത് അങ്ങനെ ഉണങ്ങാതെ ഇങ്ങനെ ഇരിക്കത്തില്ല കേട്ടോ. ഇത് നല്ല പെട്ടെന്ന് ഉണങ്ങും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു നെയിൽ പോളിഷ്. അപ്പോൾ അതങ്ങനെ. പിന്നെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇൻസൈഡ് ജെൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ്. ഇത് ഞാൻ കുറേ നാൾ മുന്നേ വാങ്ങിച്ച നെയിൽ പോളിഷാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇല്ലെന്ന് തോന്നുന്നു ഇതിനകത്ത് സാധനം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്, ഈ കളർ ഇഷ്ടമായതുകൊണ്ട് ഇത് എവിടെയെങ്കിലും പോകുമ്പോൾ ഇനിയിപ്പോൾ ഈ കടയിലൊക്കെ പോകുമ്പോൾ ഈ കളർ തന്നെ ചൂസ് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതിനകത്ത് നെയിൽ പോളിഷ് ഇല്ല. പിന്നെ ഇത് വീണ്ടും ഒരു ഡാസ്ലറിൻ്റെ നെയിൽ പോളിഷാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 50 രൂപയാണ്. ഇതൊരു കോഫി ബ്രൗൺ കളറാണ് വരുന്നത്. ഇതും എനിക്ക് ഇഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ. എല്ലാം തന്നെ എനിക്ക് ഇഷ്ടമുള്ള കളറാണ്. പിന്നെ ഇതിൻ്റെ കൂടി ലേബലൊക്കെ മാഞ്ഞു പോയി. ഇതൊരു സിൽവർ കളറിലുള്ള ഒരു നെയിൽ പോളിഷാണ്. ഇതിന് കട്ട പിടിച്ച് ഏകദേശം ഇല്ലാണ്ടായിരിക്കുന്ന അവസ്ഥയാണ്. ഉണ്ട് ഇതിനകത്ത് സാധനം, പകുതി വരെ ഉണ്ട്. പക്ഷേ എങ്കിൽ ഇതിന് കട്ട പിടിച്ച് പോയതാണ് കേട്ടോ. പോയിട്ടില്ല. നമുക്ക് ഇതിന് ഒരു ഹൈക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണിത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലേബലൊക്കെ മാഞ്ഞു പോയി. ഇതിനകത്ത് അത്യാവശ്യം ഉണ്ട്. ഇതെനിക്ക് ഒരു പ്രാവശ്യം എനിക്ക് ഇതുപോലെ വേറൊരു കളറും കൂടെ എനിക്ക് നേരത്തെ എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കളറും കൂടെ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ വേറൊരു കളർ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് വാങ്ങിക്കാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ വാങ്ങിച്ചു പോയി, ഓർക്കാതെ വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണം. ഇതിൻ്റെ റേറ്റ് 40 രൂപയാണ്. ഇതൊരു ഗ്രേ കളർ പോലത്തെ ഒരു കളറാണ്. പിന്നെ ഇതും ഒരു ഡാസ്ലറിൻ്റെ നെയിൽ പോളിഷാണ്. ഇതൊരു ലൈറ്റ് റോസ് വരുന്നതാണ്. അതാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് കയ്യിൽ. അപ്പോൾ ഇതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നല്ലേ, ഒരു 40 റുപ്പീസാണ് ഇതിനും. ഓക്കെ. പിന്നെ വരുന്നത് ഇതൊരു റെഡും ബ്ലാക്കും ഒക്കെ കൂടിയൊരു കളറാണ് കേട്ടോ. ഇത് ഡാസ്ലറിൻ്റെ തന്നെയാണ്. ഇതിനും റേറ്റ് വരുന്നത് 40 റുപ്പീസാണെന്ന് തോന്നുന്നു. 5 ml ആട്ടോ ഇത്. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡാർക്ക് കളർ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ, അതുകൊണ്ട്. പിന്നെ ഇതും ഡാസ്ലറിൻ്റെ ഒരു നെയിൽ പോളിഷാണ്. ഇത് റെഡ് ആയിരുന്നു. ഇത് ഞാൻ ഇതിലേക്ക് ബ്ലാക്ക് കളർ ഇട്ടിട്ട് ഞാൻ ഷേക്ക് ചെയ്ത് എന്തൊക്കെ കുളം ആക്കി വെച്ചിരിക്കുന്ന ഒരു കളറാണ് കേട്ടോ. ഇതിൻ്റെ കളറ് ഞാൻ കാണിച്ചു.
ഇത് ഇതുപോലത്തെ ഒരു ഇത് കണ്ടോ, ഇത് കൂട്ടൊരു കളറാണ്. എന്തായാലും ഇങ്ങനത്തെ ഒരു കളറായി പോയി കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ഇത് ഒരു കളർ. പിന്നെ ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയണ്ടല്ലോ, എനിക്ക് കടുത്ത കളർ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ്. ഇതൊരു ബ്ലൂ കളറാണ് കേട്ടോ. മോൺകെ എന്ന് അങ്ങോട്ട് പറയുന്ന എന്തോ ഒരു കമ്പനിയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ഇതിനകത്ത് എഴുതിയിട്ടുമില്ല കേട്ടോ. അപ്പം ഇതും അങ്ങനെ ഒരു കളർ, ബ്ലൂ കളർ എനിക്കിഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത് ടോപ്പാക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ലൈറ്റ് ഗ്രീൻ കളർ. ഇത് ഞാൻ ഏതോ ഒരു ആളിട്ടിരിക്കുന്ന ആരാട്ട കൈ കിടക്കുന്ന കണ്ടിട്ട് ഞാൻ പോയി വാങ്ങിച്ച് ഒരെണ്ണമാണ്. ഇതൊക്കെ ഇപ്പോഴായിരിക്കും എൻ്റെ വീട്ടുകാരൊക്കെ അറിയുന്നത് കേട്ടോ. എല്ലാവരും എന്നെ ശരിയാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് അങ്ങനെ ഒരു ഗ്രീൻ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ ഗ്രീൻ കളർ അന്ന് ഇഷ്ടമായിരുന്നു, ഇപ്പോൾ എനിക്ക് വലിയ ഗോളൊന്നും ഇല്ല. ഇപ്പം ഞാൻ ഒത്തിരി നാളെ എഴുതിയിട്ടിട്ട് ഇടണം എനിക്കിതിന്. പിന്നെ വന്നിട്ട് LA80 എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു നെയിൽ പോളിഷാണ് കേട്ടോ ഇത്. എനിക്ക് ഇത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതും. എനിക്ക് ഈ ഒരു ബ്രാൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ്, ഇത് ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ഡ്രസ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോൺ മേടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞാൻ ആ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതും എൻ്റെ വീട്ടിൽ ഇപ്പോഴായിരിക്കും കേട്ടോ അറിയുന്നത്. ഇത് ഒരു സിൽവർ കളർ ഉള്ള ഒരു നെയിൽ പോളിഷാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 55 രൂപയാണ്. ഓക്കെ. പിന്നെ വന്നിട്ട് ഈ യെല്ലോ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വേറെ കഥയാണ്. ഇത് ഞാനൊരു ഒരു സിനിമാ നടിയുടെ കൈ കിടക്കുന്ന കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു യെല്ലോ കളർ പ്രത്യേക കൈയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ സിനിമാ നടിയുടെ എൻ്റേത് ഭംഗിയുണ്ടായിരുന്നു, എൻ്റേത് ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ്, ഇത് 9.9 ml ആണ് ഇതിനകത്തുള്ളത്. ഇത് സോവി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആട്ടോ. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഇതങ്ങനെ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ബ്ലൂ കളർ. ഇതെനിക്ക് വലിയ സ്റ്റാർ മാജിക് നെയിൽ കളർ ഇതാണ് പേര് കേട്ടോ. മറ്റേ സ്റ്റാർ മാജിക് അല്ല. ഇതിൻ്റെ ഒരു വെള്ളം പോലെ ഇങ്ങനെ കിടക്കും ഇതിനകത്ത്. പിന്നെ ഈ ഒരു ഇട്ടിട്ട് ഒന്നും കളർ അങ്ങനെ ആവത്തൊന്നും ഇല്ലാത്തൊരു നെയിൽ പോളിഷ്. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. കളർ കണ്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇട്ട് നോക്കാതെ എങ്ങാണ്ട് വാങ്ങിച്ചാന്ന് തോന്നുന്നത്, കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഒരു ഇതായിട്ട്. അങ്ങനെ കുറേ കോട്ടിടണം, എന്നാലേ ഇത് അങ്ങനെ ഒരു വർക്ക് ആവത്തുള്ളൂ ഈ നെയിൽ പോളിഷേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചിട്ട് അങ്ങനെ തന്നെ ഇരിക്കുക, ഒരു തവണ കൊണ്ട് യൂസ് ചെയ്തോളൂ. പിന്നെ ഇതൊരു റെഡ്, ഞാൻ പറഞ്ഞില്ല എൻ്റെ റെഡ് കുറേ ഉണ്ടെന്ന്. ഇത് NQ എന്ന് പറയുന്നത്, ഇത് എടുത്ത് ഒരു കട്ട റെഡ് കളറാണ് കേട്ടോ. ഇത് NQ അങ്ങനെ കണ്ട് പറയുന്ന ഒരു ഇതാണ്, ഒരു നെയിൽ പോളിഷാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഇപ്പോഴാണ് എല്ലാവരും പല സത്യങ്ങളും മനസ്സിലാക്കുന്നത്. ഇതിന് 70 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് അതിൻ്റെ റേറ്റ് അങ്ങനെ അത്രയും രൂപയാണ് ഇതിന് വരുന്നത്. എന്തായാലും ഇങ്ങനത്തെ ഒരു നെയിൽ പോളിഷ് എൻ്റെ കയ്യിലുണ്ട്, ഒരു റെഡ് കളർ. ഓക്കെ. ഇത് ഞാൻ ക്രിസ്മസിന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ ഓർക്കുന്നുണ്ട്, ക്രിസ്മസിന് റെഡിന് എല്ലാവരും റെഡ് ഇട്ടപ്പം ആ കുർത്തി ഞാനും താഴെ പോയതിനെ റെഡ് ഇടാൻ വേണ്ടിയിട്ട് ആ കുർത്തി വാങ്ങിച്ചാണ്. ഓക്കെ. അപ്പോൾ ഇത് മാലിപ്പിൻ്റെ ടോപ്പപ്പ് എന്ന് പറയുന്ന വേറൊരു ലിപ്സ്റ്റിക് അല്ല, സോറി, ഒരു നെയിൽ പോളിഷും കൂടെ എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 40 രൂപയാണ്. 7 ml ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ വേറൊരു കളറായിരുന്നു, അത് ഞാൻ വേറൊരു കളറിലേക്ക് ആക്കിയതാണ് അതെ. അപ്പോൾ ഇതിങ്ങനെ. പിന്നെ ഡാസ്ലറിൻ്റെ ഒരു പച്ചാന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പച്ച കളറാണ് ഇത്. എനിക്കൊരു ഡ്രസ്സ് ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ഒരു പച്ച കളറിൽ പുതിയത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചാണ്. പക്ഷേ അതിൻ്റെ ഷെയ്ഡും ഇതിൻ്റെ ഷെയ്ഡും തമ്മിൽ മാച്ച് ആവാത്തതുകൊണ്ട് എന്നാലും ഞാൻ ഇട്ടിട്ടുണ്ട് 2 തവണ, കുഴപ്പമില്ല. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടമാണ്. 40 രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇത് ബ്ലാക്ക്, ഡാസ്ലറിൻ്റെ ബ്ലാക്ക്, ഇതിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഇത് ഞാൻ വേറെ നെയിൽ പോളിഷിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ട് ഇത് ഉണങ്ങാൻ ഭയങ്കര താമസമായിരുന്നു കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, ഉണങ്ങാൻ ഭയങ്കര താമസമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് വേറെ നെയിൽ പോളിഷിലൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് വേറെ കളർ ഉണ്ടാക്കുന്ന ഒരു മെഷീനായിട്ടാണ് ഞാൻ ഈ കളർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു നെയിൽ പോളിഷ് ഇതിനകത്ത് തീർന്നെന്നാട്ടോ എനിക്കൊരു ഡൗട്ട്. ഇതും തീരാറായി. പിന്നെ ഇതൊരു ബ്ലൂ കളറിൽ ഡാസ്ലറിൻ്റെ ആണ്. ഇതും എനിക്ക് തോന്നുന്നു 50 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതെനിക്ക് ഇഷ്ടമുള്ള ഒരു കളറാണ് കേട്ടോ. പിന്നെ ഇത് ന്യൂയോർക്ക് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ കറക്റ്റായിട്ട് ഓർത്തിരിപ്പുണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 80 രൂപയുടെ നെയിൽ പോളിഷാണ് ഇത്. ഞാൻ കടയിൽ കയറിയിട്ട് എനിക്ക് ഒരു കളർ ഞാൻ ചൂസ് ചെയ്തു. എന്നിട്ട് ചൂസ് ചെയ്തിട്ട് റേറ്റ് വെച്ചപ്പോഴാണ് 80 രൂപ. പിന്നെ ഇതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് എടുത്തേ ഉള്ളൂ. ഇതിൻ്റെ ശരിക്കുള്ള കളർ ഈ കളറല്ല, ഇതൊരു പച്ച ലൈറ്റ് പച്ച. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞില്ല ഒരു ഡ്രസ്സിൻ്റെ പച്ച വാങ്ങിച്ചത്, ആ പച്ചയാണ് ഈ പച്ച. ഇത് ഞാൻ വാങ്ങിച്ചത് ഇതേ കളറായിരുന്നു ഈ നെയിൽ പോളിഷ്. ഇതിലേക്ക് ആ പച്ച ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇപ്പോൾ പറയാവേ, ഈ പച്ച ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ കളറ് കിട്ടിയത്. അപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് മേരി ജോക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കളറ്. അപ്പോൾ ഇത് കുറേ ഒരു 2 വർഷത്തോളമായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു കളറാണ്. ഞാനിങ്ങനെ ഈ സ്പ്രേ ഒക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്ത്
ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്നതാണ്. കട്ട പിടിച്ച് പോയെങ്കിലും ഞാൻ വെന്റിലേറ്ററിലൊക്കെ ഇട്ട് ജീവൻ രക്ഷപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇത് ഞാൻ പാലായിൽ നിന്ന് വാങ്ങിച്ച ഒരു നെയിൽ പോളിഷ് ആട്ടോ, ഞാൻ ഓർക്കുന്നുണ്ട്. സമീറ എന്നോ അങ്ങനെ പറയുന്ന ഒരു ബ്രാൻഡിന്റെ നെയിൽ പോളിഷ് ആട്ടോ ഇത്. ഇതിന് 5 ml ആട്ടോ ഇത് വരുന്നത്. ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് അറിയില്ല. ഇതിന്റെ എന്തായാലും ഇത് ഒറിജിനൽ കളർ ഇതല്ലായിരുന്നു. ഇത് ഞാൻ മാറ്റിയ ഒരു ഇതാണ് കേട്ടോ. ഇതിന്റെ പുറത്ത് ഏതാണ്ടൊക്കെ ഇങ്ങനെ വേറെ കളറൊക്കെ ഒറിജിനൽ കളറിന്റെ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതങ്ങനെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ നെയിൽ പോളിഷ്, ഇതൊരു ഗിൽറ്റ് ആയിട്ടുള്ള അൾക്കയുടെ തന്നെ ഗിൽറ്റിന്റെ നെയിൽ പോളിഷ് ആട്ടോ. ഇത് എന്ത് തോന്നിയിട്ട് മേടിച്ചാണെന്ന് എനിക്കറിയത്തില്ല. ഇത് എല്ലാ കളറിന്റെ കൊടുത്തിന്റെ പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടാവുന്ന ഒരു നെയിൽ പോളിഷാണ് ഇത്. ഞാനങ്ങനെ ഇതങ്ങനെ ഉപയോഗിക്കാറില്ല. ഇനിയൊക്കെ ഉപയോഗിച്ച് തുടങ്ങണം. ഇനി ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്ക് ഇനി നെയിൽ പോളിഷ് വാങ്ങിച്ച് തരാൻ ചാൻസ് വളരെ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇതങ്ങനെ. അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ എൻ്റെ നെയിൽ പോളിഷ് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ ഈ ഒരു കോട്ടൺ അല്ല, നെയിൽ പോളിഷിൻ്റെ വൈപ്സ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എന്നും നെയിൽ പോളിഷ് മായ്ക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു നെയിൽ പോളിഷിൻ്റെ ഈ നഖം വെട്ടിയുണ്ട്. അത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത്, വേറൊന്നുമില്ലെന്ന് പറഞ്ഞാൽ ഇതൊരു സ്മിത്തിൽ നിന്ന് വാങ്ങിച്ചൊരു സ്പ്രേ ആട്ടോ. ഇത് പിന്നെ നെയിൽ പോളിഷിൻ്റെ കളക്ഷനിൽ പെടത്തില്ലല്ലോ. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് ഈ സ്മെല്ല് അടിച്ച് എനിക്ക് തലവേദന എടുക്കും. അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്പ്രേ എന്ന് പറയുന്നത് ഞാൻ നെയിൽ പോളിഷിനകത്ത് ചിരിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അതുകൊണ്ടാണ് നെയിൽ പോളിഷിൻ്റെ കൊട്ടക്കകത്ത് ഇത് കിടക്കുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ നെയിൽ പോളിഷിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഇച്ചിരി സമയം കൂടിപ്പോയെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ഇതുപോലത്തെയൊക്കെ വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇങ്ങനത്തെ കൂടി വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.